Students, today we are going to find the Fourier series expansion of f of x equal to 1 if minus pi less than x less than 0, minus 1 if 0 less than x less than pi. This is another variation of the rectangular wave function. Here k equal to 1 and there is one more variation, minus pi to 0. For the rectangular wave function, the value of the function is minus k, and 0 to pi, the value of the function is k. This is like the rectangular wave function. K value minus 1 എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ മൈനസ് കെയും ഇവിടെ കെയുമാണ് റെക്ടാങ്കുലർ വേവ് ഫംഗ്ഷൻ നമ്മൾ ജനറലായിട്ട് ഉപയോഗിച്ചിരുന്ന കോൺസ്റ്റന്റിന്റെ നേച്ചർ. അത് കെ പോസിറ്റീവ് നെഗറ്റീവ് എന്ത് വേണമെങ്കിലും ആവാമല്ലോ. അതുകൊണ്ട് ഇത് റെക്ടാങ്കുലർ വേവ് ഫംഗ്ഷന്റെ തന്നെ ഒരു സ്പെഷ്യൽ കേസ് ആണ് എന്ന് വേണമെങ്കിലും പറയാം. അതിൽ കെയുടെ വാല്യൂ -1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് മുമ്പ് കണ്ടുപിടിച്ച എക്സ്പാൻഷനിൽ നിന്ന് ആൻസർ പറയാവുന്നതേ ഉള്ളൂ. പക്ഷേ എക്സാമിനേഷൻ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇതുപോലെ 2 -2 അങ്ങനെയൊക്കെ പല വാല്യൂസ് ഇട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ പഠിക്കണം. ഇതുവരെയുള്ള നോട്ട്സ് നിങ്ങൾക്ക് വീഡിയോയിൽ നിന്ന് നോക്കി ക്ലിയർ ആയിട്ട് എഴുതാവുന്നതാണ്. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അത് കംപ്ലീറ്റ് ചെയ്യണം. ഇന്ന് ചെയ്യാൻ പോകുന്ന 2 പ്രോബ്ലംസ് ആണ് നമ്മൾ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ചെയ്യുന്നത്. അതിന്റെ നോട്ട്സ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. 2 പ്രോബ്ലംസിന്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നോക്കി നോട്ട്സ് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം വീഡിയോ കാണാനാണെങ്കിലും സാധിക്കും. കാരണം ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ എന്താ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിന്റെ 2 അഡീഷണൽ പ്രോബ്ലംസ് എന്ന് കൂട്ടാനേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നോട്ട്സ് ആദ്യം ഇട്ടിരിക്കുന്നത്. നമുക്ക് എക്സ്പാൻഷനിലേക്ക് പോകാം. fx equal to 1 minus pi to 0, minus 1, 0 to pi. To obtain the Fourier series expansion, we have to obtain the Fourier coefficients. So far, we find the Fourier coefficient a0, which is defined by a0 ന്റെ definition. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ്. ഗൈഡായിട്ട് ഇവിടെ ഇറങ്ങിയിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ 1/π എന്നിട്ട് അന്നേരം ഇവിടെ ലിമിറ്റിനൊക്കെ വ്യത്യാസമുണ്ട്. ലിമിറ്റിനും ഫംഗ്ഷനൊക്കെ വ്യത്യാസം വരും. അങ്ങനെയും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരേ ആൻസർ തരും. പക്ഷേ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിക്കോളുക. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π to π. 1/π എന്ന് എഴുതാനുള്ള ആഗ്രഹം നമ്മൾ എനും ബിനും 1/π ചേർത്താണ് എഴുതിയിരിക്കുന്നതെന്ന് നിങ്ങൾ ഓർമ്മിക്കുക. അതുകൊണ്ടാണ് 1/π ചേർത്ത് ഇതിനെ എഴുതാനൊക്കെ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വ്യത്യാസം നോട്ട് ചെയ്യുക. രണ്ടും രണ്ടാണ് തെറ്റിപ്പോയി എന്നൊന്നും കരുതണ്ട. അപ്പോൾ നമ്മൾ ഇതാണ് ടെക്സ്റ്റിൽ കാണുന്നത്. അതുകൊണ്ട് ഇതാണ് ഉപയോഗിക്കുക. a0 equal to 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π to π fx dx. എന്ന് പറയുമ്പോൾ ഈവൻ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ 0 to π ഒക്കെ ഉപയോഗിക്കത്തുള്ളൂ. അങ്ങനെയൊന്നുമല്ല ആ കാൽക്കുലേഷൻസ് വന്നിരിക്കുന്നത്. എന്തായാലും സെയിം ആൻസർ തരും. നമുക്ക് തെറ്റിയതൊന്നും അല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π to π fx dx തന്നെയാണ് a0ന്റെ ഇക്വേഷനായിട്ട് പറഞ്ഞിരിക്കുക. ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നതും അത് ക്രേസിക്കിന്റെ അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന്റെ ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഞാനത് നോക്കിയാണ് നോട്ട്സ് തരുന്നത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതൊരു ഗൈഡ് എന്ന് കൂട്ടിയാൽ മതി. അതിനേക്കാളും നമ്മൾ ബേസിക് ആയിട്ട് ഉപയോഗിക്കേണ്ടത് ടെക്സ്റ്റ് ബുക്കാണ്, ക്രേസിക്കിന്റെ ബുക്കാണ്. ഞാനത് വെച്ചാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് a0 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π to π f of x dx എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ fxന്റെ നേച്ചർ -π to 0 ഒരു തരത്തിലും 0 to π മറ്റൊരു തരത്തിലുമാണ് കാണുന്നത്. അതുകൊണ്ട് നമുക്കിതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. ദിസ് ഈസ് 1/2π കോൺസ്റ്റന്റ് കോമൺ ഇൻറ്റു ഇൻ്റഗ്രൽ -π to 0 fx equal to 1. അപ്പോൾ 1 dx എന്നെഴുതാം. 1/2π is common, it is outside. Then integral 0 to π, the function is -1 dx. ഇനി ഇൻ്റഗ്രേഷൻ ഒന്നും ബുദ്ധിമുട്ടുള്ള പ്രോസസ്സ് അല്ല. അപ്പോൾ ഈ ഇക്വേഷൻ a0ന്റെ ഓർത്തിരിക്കുക എന്നുള്ള കാര്യം മാത്രമേ നമുക്കുള്ളൂ. ദാറ്റ് ഈസ് ദ ആൻസർ ഈസ് 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ -π to 0 1 dx. 1 dx ഇൻ്റഗ്രൽ x ആയിരിക്കും. Then you substitute the limits -π to 0 plus integral 0 to π -1 into dx. അത് -x ഇൻ്റഗ്രേഷനിൽ റിസൾട്ട് തരും. And substitute the limit 0 to π. Then we get 1/2π into 1/2π into xൽ 0 -π എന്ന് നമ്മൾ കൊടുക്കുമ്പോൾ π എന്ന് കിട്ടും. Then -xൽ
പൈ ടു 0 കൊടുത്താൽ മൈനസ് പൈ മൈനസ് 0 ആയി കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പൈ പ്ലസ് മൈനസ് പൈ എന്നാണ് അകത്ത് സം വരിക. സോ എ നോട്ട് ഈക്വൽ ടു 0. അങ്ങനെ നമുക്ക് എ നോട്ട് 0 എന്ന് കിട്ടി. നൗ വി കാൽക്കുലേറ്റ് ദ അതർ Fourier കോഎഫിഷ്യന്റ് an. anന്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടാവും. അവിടെ 1/2 പൈ ഇല്ല, 1/π ഉള്ളൂ. 1/π ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു ഈ ഫംഗ്ഷൻ മൈനസ് പീരിയഡ്സ് 2π ആയിട്ടുള്ള ഇവിടെ മൈനസ് പൈ ടു പൈ ആയിട്ടുള്ള ഫംഗ്ഷൻസിൻ്റെ ഇക്വേഷനാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുക. പീരിയഡ് 2π മൈനസ് പൈ തുടങ്ങി പൈ വരെയുള്ള ലെന്ത് 2π, പീരിയഡ് 2π ആയിട്ടുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ പീരിയഡിനെ പറ്റിയൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ അത്തരം അല്ലെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന റേഞ്ച് മൈനസ് പൈ ടു പൈ ആണ്. അത്തരം ഫംഗ്ഷൻസിൻ്റെ Fourier സീരീസ് എക്സ്പാൻഷൻ ആണ് നമ്മൾ ആദ്യം കാണുന്നത്. പിന്നെ പീരിയഡ് 2π ആയിട്ടുള്ള മൈനസ് പൈ ടു പൈ ആവണമെന്നില്ല, 0 to 2π ഒക്കെ ആകാം, അങ്ങനെയും ഒക്കെ ഉള്ള അല്ലെ 2π to 4π ആകാം, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പിന്നീട് കാണും. ഇപ്പം മൈനസ് പൈ ടു പൈ ഇൻ്റഗ്രേഷനാണ്. മൈനസ് പൈ ടു പൈ റേഞ്ചിൽ ഫംഗ്ഷൻസ് തന്നിരിക്കുമ്പോഴാണ് നമ്മൾ Fourier സീരീസ് എക്സ്പാൻഷൻ ചെയ്യുക. അപ്പോൾ ഇവിടെ 1/π ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ an ആകുമ്പോൾ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. an-ന് cos nx ആയിട്ടാണ് ബന്ധം. നമ്മുടെ ഫംഗ്ഷനെ ഉപയോഗിക്കണം f of x ഇൻറ്റു cos nx dx, f of x into cos nx dx, and this is equal to 1/π into ഇവിടെയും പ്രശ്നം നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ മൈനസ് പൈ ടു എഫ് എക്സ് രണ്ട് തരത്തിലാണ് ബിഹേവ് ചെയ്യുന്നത്. മൈനസ് പൈ ടു 0 എഫ് എക്സിൻ്റെ വാല്യൂ 1. അപ്പോൾ അവിടെ നമുക്ക് cos nx dx കൊടുക്കണം. പ്ലസ് ഇൻ്റഗ്രൽ 0 to π വരുമ്പം എഫ് എക്സ് -1 ആണ്. അപ്പോൾ നമുക്ക് മൈനസ് cos nx-ന് -1 ഇൻറ്റു cos nx ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമാണ് ഉള്ളത്. then this is equal to 1/π into you integrate cos nx and the integral of cos nx is sin nx divided by coefficient of x divided by n from minus pi to 0 plus cos nx-ന്റെ ഇൻ്റഗ്രൽ തന്നെയാണ് sin nx ഡിവൈഡഡ് ബൈ n. പിന്നെ അവിടെ ഒരു മൈനസ് സൈനും കൂടെ ഉണ്ട്. ഫ്രം ഇത് കണ്ടുകൊണ്ട് ക്യാൻസൽ ചെയ്യുമെന്ന് വിചാരിക്കും. ഇത് ലിമിറ്റ്സ് വേറെയാണ്. മൈനസ് പൈ ടു 0, ഇവിടെ 0 to π. ഇത് രണ്ടും ഓപ്പോസിറ്റ് ഒന്നും അല്ല, അങ്ങനെ ക്യാൻസലേഷൻ ഒന്നുമില്ല. ബട്ട് വെൻ വി സബ്സ്റ്റിറ്റ്യൂട്ട് ലിമിറ്റ്സ്, ഇനി അതെല്ലാം എഴുതി ബോധ്യപ്പെടണമെന്നില്ല, നമുക്ക് മനസ്സിൽ പെട്ടെന്ന് ചെയ്യാവുന്ന കാൽക്കുലേഷൻസേ ഉള്ളൂ. ഇവിടെ സൈൻ 0 കിട്ടും, ഇവിടെ സൈൻ -n/, കിട്ടും. യു നോ ഓൾ ദ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് സൈൻ n/, ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ n ഇൻറ്റീജർ ആണെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് n ആണെങ്കിലും പൈയുടെ മൾട്ടിപ്പിൾസിന് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസിന് സൈൻ ബൈ, സൈൻ 2π, സൈൻ 3π, സൈൻ 0, സൈൻ -π, സൈൻ -2π, അതെല്ലാം 0 ആണ്. ഇവിടെ സൈൻ 0യും സൈൻ -n/യും ആണ് ഇൻറ്റീജർ. അങ്ങനെയാണ് ഇവിടെ വരിക. അപ്പോൾ അത് 0 ആയിരിക്കും. ഇവിടെ ആകുമ്പോൾ ഈ മൈനസ് സൈൻ ഉണ്ട്, പിന്നെയും സബ്സ്റ്റിറ്റ്യൂഷനിൽ സൈൻ n/, n ഈസ് ആൻ ഇൻറ്റീജർ, പിന്നെ സൈൻ 0 ആണ് വരുന്നത്, അതെല്ലാം 0 ആണ്. സോ ദ വാല്യൂ 1/π ഇൻറ്റു 0 ഈക്വൽ ടു 0 എന്നായി. ദെൻ വി കാൽക്കുലേറ്റ് bn. ഇനി bn കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെയും 1/π, ഈ ഡിഫറൻസ് നോട്ട് ചെയ്യുക. ഇവിടെ 1/2π ആണ്, ഇവിടെ 1/π ആണ്. ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു bn-ന് സൈൻ nx-ആയിട്ടാണ് ബന്ധം. സൈൻ nx dx ഈക്വേഷൻസ് സൈൻ nx dx. ഈ ഇക്വേഷൻസ് ഓർത്തിരിക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. 1/π ഇൻറ്റു ഇവിടെയും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും എന്ന് നിങ്ങൾക്കറിയാം. ഇൻ്റഗ്രൽ മൈനസ് പൈ ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ സൈൻ nx dx പ്ലസ് ഇൻ്റഗ്രൽ 0 to π -1 ആണ് എഫ് എക്സിൻ്റെ വാല്യൂ, മൈനസ് സൈൻ nx dx ആണ് ഇവിടെ നമുക്ക് എഴുതേണ്ടി വരിക. ദെൻ വി ക്യാൻ ഇൻ്റഗ്രേറ്റ് സെപ്പറേറ്റ്ലി. ഇതിനെ രണ്ടായിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തേതിൽ നമുക്ക് സൈൻ nx-നെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അത് മൈനസ് കോസ് nx ഡിവൈഡഡ് ബൈ n ആണ് ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ട് എന്ന് നിങ്ങൾക്കറിയാം. 1/π ഈസ് കോമൺ. സൈൻ nx-ന്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് nx ഡിവൈഡഡ് ബൈ nx കിടക്കുന്നുണ്ട്, കോഎഫിഷ്യൻ്റ് n കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. മൈനസ് പൈ ടു 0 പ്ലസ് മൈനസ് സൈൻ nx-ന്റെ ആകുമ്പം ഒരു മൈനസും കൂടെ വരും. അപ്പോൾ അവിടെ നമുക്ക് കോസ് nx ഡിവൈഡഡ് ബൈ n എന്ന് എഴുതാം.
ലിമിറ്റ്സ് വേറെയാണ്, അത് സൂക്ഷിക്കുക. 0 to pi ആണ് അവിടുത്തെ ലിമിറ്റ്സ്. Then when we substitute the limits we get the answer 1 by pi into, ഇനി നിങ്ങൾക്ക് cos വാല്യൂസിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവണം. 1 by pi into ആദ്യം നമുക്ക് എഴുതേണ്ടത്, എഴുതി തന്നെ അങ്ങ് പോവാം, അതായിരിക്കും നല്ലത്. ആദ്യം നമുക്ക് എഴുതേണ്ടത് 0യിലെ x equal to 0യിലെ വാല്യൂ മൈനസ് cos of n into 0 മൈനസ് cos 0 ഡിവൈഡഡ് ബൈ n. ഡിവൈഡഡ് ബൈ n എല്ലായിടത്തും കോമൺ ആണ്, ഇത് ഈ ടൈമിലും ഉണ്ട്. അതുകൊണ്ട് ഞാൻ 1 by n pi എന്ന് എഴുതുക. ഇവിടെ എവിടെയാണേലും n ഉണ്ട്. അപ്പോൾ ഇനി cos nxൽ മൈനസ് cos nx, ഇവിടെയാണേലും ബൈ n ഉണ്ട്, ഇവിടെയാണേലും ബൈ n ഉണ്ട്. എല്ലാ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുമ്പോഴും ഈ ബൈ n ഉണ്ട്. അതുകൊണ്ട് ഞാൻ 1 by n പൈയിൽ സ്റ്റാർട്ട് ചെയ്യാം. 1 by n pi ഇൻറ്റു, ഇനി മൈനസ് cos nxൽ 0 കൊടുക്കുമ്പം മൈനസ് cos 0 എന്ന് നമുക്ക് എഴുതേണ്ടി വരും, ആ സബ്സ്റ്റിറ്റ്യൂഷൻ മൈനസ് cos 0. അടുത്തതിൽ നമുക്ക് കൊടുക്കേണ്ടത് മൈനസ് പൈ ആണ്. മൈനസ് പൈ കൊടുത്തിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ബൈ n നമ്മൾ മാറ്റി, മൈനസ് cos nxൽ സബ്ട്രാക്ഷൻ വന്നപ്പോൾ പ്ലസ് ആയി, cos nxൽ മൈനസ് പൈ കൊടുത്തു, cos ഓഫ് മൈനസ് n ബൈ എന്ന് നമുക്ക് എഴുതാം. ഇനി അടുത്ത ടേമിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്, 0 to pi സബ്സ്റ്റിറ്റ്യൂഷൻ. ബൈ n കോമൺ ആയിട്ട് ഏറ്റവും പുറത്ത് എഴുതിയിട്ടുണ്ട്. ഇനി cos nxൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. cos nxൽ പൈ കൊടുക്കുമ്പോൾ cos n പൈ നമുക്ക് കിട്ടും. cos n പൈ മൈനസ് cos nxൽ 0 കൊടുക്കുമ്പോൾ cos 0 കിട്ടും. എല്ലാ ടൈമിനും ഇതിൻ്റെ എല്ലാ അടിയിലുണ്ടായിരുന്നതാണ് ഈ ബൈ n, അത് നമ്മളുണ്ട് 1 by n ബൈ എന്ന് പുറത്ത് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ സംശയമില്ല എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കൊസൈൻ വാല്യൂസിനെ പറ്റിയുള്ള ഒരു ധാരണയാണ് ഉണ്ടാവേണ്ടത്. 1 by n ബൈ ഇൻറ്റു cos 0 1 ആണെന്നറിയാം, മൈനസ് cos 0 അത് മൈനസ് 1 എന്നാവും. cos ഓഫ് മൈനസ് n ബൈ എന്താണെന്നുള്ളത് അടുത്തറിയണം. cos ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് cos തീറ്റ തന്നെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ cos പൈ മൈനസ് 1, cos 2 പൈ ആകുമ്പോൾ പ്ലസ് 1, cos 3 പൈ ആകുമ്പോൾ അഗെയിൻ മൈനസ് 1, അങ്ങനെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈവൻ മൾട്ടിപ്പിൾസിന് അത് പ്ലസ് 1ഉം ഓഡ് മൾട്ടിപ്പിൾസിന് അത് മൈനസ് 1ഉം ആണ്. അതിന് നമുക്ക് വേറൊരു കാര്യം ചെയ്യാം, മൈനസ് 1 ഹോൾ റൈസ് ടു n എന്ന് എഴുതിയാൽ cos 0 മൈനസ് 1 പ്ലസ് cos ഓഫ് മൈനസ് n ബൈ എന്ന് പറയുന്നത് cos ഓഫ് n ബൈ തന്നെയാണ്. ദിസ് ഇസ് ഈക്വൽ ടു cos ഓഫ് n ബൈ, ആൻഡ് cos ഓഫ് n ബൈ ഈക്വൽ ടു മൈനസ് 1 when n is odd plus 1 when n is even. So we can write it as minus 1 whole raised to n. ഇനി അങ്ങനെ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് വാല്യൂ എഴുതുന്നതിന് പകരം ഓഡ് ആകുമ്പോൾ മൈനസ് 1 റേസ് ടു ഓഡ് പവർ കിട്ടും, മൈനസ് 1 കിട്ടിക്കോളും. ഈവൻ ആകുമ്പോൾ മൈനസ് 1 റേസ് ടു ഈവൻ പവർ കിട്ടിക്കോളും. അപ്പോൾ അതിന് പോസിറ്റീവ് വാല്യൂവും കിട്ടിക്കോളും. അതുകൊണ്ട് മൈനസ് 1 ഹോൾ റേസ് ടു n എന്ന് എഴുതാം. അതേപോലെ അടുത്തതിൽ ഇത് ആദ്യത്തെ ബ്രാക്കറ്റിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതാണ്. ഇനി രണ്ടാമത്തെ സ്ക്വയർ ബ്രാക്കറ്റിൽ നോക്കുക. cos n ബൈ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഓഡിന് മൈനസ് 1ഉം ഈവന് പ്ലസ് 1ഉം കിട്ടണം. മൈനസ് 1 ഹോൾ റേസ് ടു n, ഓഡ് പവേഴ്സിന് മൈനസ് 1ഉം ഈവൻ പവേഴ്സിന് പ്ലസ് 1ഉം തന്നോളും. മൈനസ് ഓഫ് cos 0 1. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ വാല്യൂസിനെ എക്സ്പ്രസ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അല്ലാതെ ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ നമുക്കിത് കമ്പൈൻ ചെയ്ത് എഴുതാനൊന്നും പറ്റത്തില്ല. cos n ബൈ ഈക്വൽ ടു മൈനസ് 1 when n is odd പ്ലസ് 1 when n is even എന്ന് പറഞ്ഞ് നമുക്കതിനെ എക്സ്പ്രസ് ചെയ്യാം. പക്ഷെ അന്നേരം നമ്മളത് അവിടെ എങ്ങനെയാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ മൈനസ് 1 ഹോൾ റേസ് ടു n. അപ്പോൾ n ഈവൻ ആകുമ്പോഴും ഓഡ് ആകുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വാല്യൂസ് കിട്ടിക്കൊള്ളുകയും ചെയ്യും. അപ്പോൾ ഈ തരത്തിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് ഓർക്കുക. ദെൻ മൈനസ് 1 മൈനസ് 1 മൈനസ് 2 മൈനസ് 1 ഹോൾ റേസ് ടു എന്നും 2 തവണയാണ് വന്നിരിക്കുന്നത്. 1 by n by into we can write it as minus 2 plus 2 times minus 1 whole raised to n എന്ന് എഴുതാനായിട്ട് സാധിക്കും. സോ 2 is common. 2 by n by into 2 by n by into minus 1 plus minus 1 whole raised to n എന്ന് നമുക്കതിനെ എക്സ്പ്രസ് ചെയ്യാം. 2 by n by into minus 1 whole raised to n minus 1 തിരിച്ചു വേണമെങ്കിലും എഴുതാം. So we can write substituting special values b1 equal to b1 എന്ന് പറഞ്ഞാൽ n equal to 1. അപ്പോൾ 2 by pi into minus 1 plus minus 1 raised to 1. b1 equal to 2 by pi into minus 1 minus 1 minus 2, that is minus 4 by pi എന്ന് b1ന് എഴുതാം. Then
B2 substituting